നമ്മുടെ കേരളത്തില് 3 സ്ഥലത്ത് ബൈ ഇലക്ഷൻ നടന്നായിരുന്നു. അതിന്റെ റിസൾട്ടും വന്നു. പാലക്കാട്, ചേലക്കര, വയനാട്. ഈ വയനാട്ടില് പാർലമെന്റ് ഇലക്ഷൻ ആയിരുന്നു. മറ്റേത് രണ്ടും ചേലക്കരയും പാലക്കാടും അസംബ്ലി ഇലക്ഷൻ ആയിരുന്നു. ഇതിനകത്ത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ ഇലക്ഷൻ നടന്നത് നമ്മുടെ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലായിരുന്നു കേരള ജനതകൾ ഉറ്റുനോക്കിയ ഒരു മത്സരം നടന്നത്. ചേലക്കരയിലും നല്ല വാശിയേറിയ ഒരു മത്സരം നടന്നായിരുന്നു. എന്നിരുന്നാലും സിറ്റിംഗ് സീറ്റ് CPM-ന് നിലനിർത്താൻ പറ്റി. കാരണം എതിർ സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എല്ലാവർക്കും അറിയാം പാട്ടുകാരിയാണ്, പാട്ട് മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ള കാര്യം കോൺഗ്രസിൽ തന്നെ ചർച്ചയുള്ളതാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മൺമറഞ്ഞ നേതാവ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ പ്രിയങ്ക ഗാന്ധി വന്ന് 4,10,000 വോട്ടിന് വിജയിച്ചു. കേരളത്തെ തന്നെ ഈ വർഗീയ കക്ഷികളായ കോൺഗ്രസ് തെരഞ്ഞെടുക്കാൻ ഒരു പ്രധാന കാര്യമുണ്ട്. കാര്യം പൊളിറ്റിക്കൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ്. അപ്പം കേരളത്തിന്റെ സംഭാവന പൊളിറ്റിക്കൽ ഇസ്ലാം ആഗോളതലമായിട്ട് നമുക്കറിയാവുന്നതാണ്. കാര്യം IS-ൽ വരെ മലയാളികളുണ്ട്. കാശ്മീരിലാണെങ്കിലും മലയാളികളുടെ സാന്നിധ്യം തീവ്രമാണ്. അപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്സിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയ ആണെങ്കിലും സാംസ്കാരിക, സാഹിത്യ, കലാരംഗത്തും എല്ലാത്തിലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റം കേരളത്തിൽ രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം ഉറ്റുനോക്കിയ ഒരു ഇലക്ഷൻ ആയിരുന്നു നമ്മുടെ പാലക്കാട് അസംബ്ലിയിൽ നടന്നത്. കാര്യം 37 ദിവസം, ഒരു 10 ദിവസം കൂടെ കൂട്ടിക്കിട്ടിയെന്ന് തോന്നുന്നു. 37 ദിവസം കോലാഹലങ്ങളും വിവാദമായ പെട്ടികളും വഖഫും ഇതൊക്കെ ചർച്ച ചെയ്ത് ക്രോഡീകരിച്ച ഒരു ഇലക്ഷനായിരുന്നു പാലക്കാട്ട് നടന്നത്. തുടക്കത്തിൽ തന്നെ BJPക്ക് പാളിച്ച അവിടെ സംഭവിച്ചു എന്നുള്ളത് തികച്ചും വ്യക്തമായിരുന്നു. കാര്യം കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ BJPക്കാർക്ക് യാതൊരു അറിവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. കൃഷ്ണകുമാറിനെ സംബന്ധിച്ചോളം കൃഷ്ണകുമാറിനെ മൂക്കുകയർ കെട്ടി വലിക്കുന്ന ഒരു ഭാര്യ കൃഷ്ണകുമാറിന് ഉണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു BJP നേതാക്കന്മാർക്കും BJP പ്രവർത്തകർക്കും പാലക്കാട്ട് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തിന് മിനിമോൾ എന്ന് പറയുന്ന ആ വ്യക്തി, കൃഷ്ണകുമാറിന്റെ ഭാര്യ, പുള്ളിക്കാരത്തിയുടെ സംഭാവന ഭയങ്കരമായിരുന്നു വിജയകുമാറിന്റെ തോൽവിയിലേക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഒന്ന് സുരയുടെ ഉള്ളിസുര BJP പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം BJPക്ക് സംസ്ഥാനത്ത് അസംബ്ലിയിലേക്ക് ഒരു സംഭാവനയും നടത്താൻ പറ്റത്തില്ല. കാര്യം പുള്ളിക്ക് ദ്രാഷ്ട്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്, പാർട്ടിയെ ശിഥിലമാക്കുന്ന പ്രവർത്തന ശൈലിയാണ്. സാധാരണ നമ്മളെല്ലാവരും കണ്ടുവരുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിൽ മാത്രമായിരുന്നു നിലനിന്നതെന്നായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷെങ്കില് ഉള്ളിസുരയുടെ കടന്ന് കയറ്റത്തിന് ശേഷം ഗ്രൂപ്പ് രാഷ്ട്രീയം BJPയിൽ അതിരൂക്ഷമാണ്. പല നല്ല നേതാക്കന്മാരും BJPയിൽ നിന്നും അവര് സന്ദീപിനെ പോലെ ചാടിപ്പോയിട്ടില്ല, എന്നാലും പ്രവർത്തനം ഒരു മന്ദഗതിയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ പുള്ളിയുടേതായ രാജാവിന് പ്രജകളോട് എങ്ങനെയാണ് ഒരു പ്രതിബദ്ധത എന്ന് പറഞ്ഞുകൊണ്ടൊരു രാഷ്ട്രീയ മനോഭാവമാണ് ഈ സുര നടത്തുന്നത്. സാധാരണ BJP ഒരു പ്രസിഡന്റ് 6 വർഷമേ ഇരിക്കുള്ളൂ. 6 വർഷം കഴിഞ്ഞാൽ പ്രസിഡന്റിനെ മാറ്റും. ഇതിപ്പോ 6 വർഷം കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണ് സുരയെ സംബന്ധിച്ചോളം. അപ്പോൾ ഇത് BJPയെ സംബന്ധിച്ചോളം BJPക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവിടെ പ്രധാനപ്പെട്ട ഒരു ആള് മത്സരിക്കണം എന്നാണ്. ശോഭയ്ക്ക് ആണെങ്കിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേരളം അറിയാവുന്ന ഒരു നേതാവിനെ അവിടെ ഇറക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ BJPക്ക് ഇച്ചിരിയും കൂടെ വോട്ട് മേടിക്കാമായിരുന്നു. നമ്മൾ ഈ ഇലക്ഷന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് അസംബ്ലി എന്ന് പറയുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി ഉണ്ട്,
കണ്ണാടിയുണ്ട്, മാത്തൂരുണ്ട്, പിററാറിയുണ്ട്. അപ്പം ഈ മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം നമ്മുടെ മെട്രോമാൻ വന്നു കഴിഞ്ഞപ്പോൾ 12,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അവിടെ നിലനിന്നത്. ഷാഫി പറമ്പിൽ വെറും 3,800 വോട്ടിനെങ്ങാണ്ടാണ് ജയിച്ചത്. ആ 12,000 വോട്ടിന്റെ സ്ഥാനത്ത് സി കൃഷ്ണകുമാറിന് വെറും 400 വോട്ടേ ഉള്ളൂ അവിടെ ലീഡ് നിലനിർത്താൻ പറ്റിയിട്ടുള്ളൂ. അപ്പം തികച്ചും അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാര് പല ആൾക്കാരും പറയുകയുണ്ടായി, ഈ മിനിമോളുടെ പ്രവർത്തന ശൈലിയിൽ അവര് ഭയങ്കര സങ്കടവും നിരാശയും ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ ഒരു രാഷ്ട്രീയമായിട്ട് എന്തോ ബി ജെ പി പുള്ളിക്കാരത്തിയുടെ തലയിൽ കൂടിയാണ് ഓടുന്ന എന്നുള്ള ഒരു ചിന്താ ശൈലി. ഈ ശൈലി പ്രാദേശിക നേതാക്കന്മാരെയും അവിടെ മെമ്പേഴ്സും പഞ്ചായത്ത് മെമ്പർമാരെയും ബി ജെ പിയുടെ ശരിക്കും അവരുടെ പ്രവർത്തന ശൈലിയെ ബാധിച്ചായിരുന്നു. അതൊരു കാര്യമാണ്. അതായത് ഈ ഉള്ളിസുര ഉള്ളിടത്തോളം കാലം ബി ജെ പിക്ക് ഒരു അസംബ്ലി നേതാവ് ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സരിന്റെ ചാട്ടം, അതായത് സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നു ചിലർ എന്ന് പറയുന്ന കൂട്ട് സരിൻ ഒരു ഭയങ്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹം ശോഭിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഈ പാർട്ടിയിൽ നിന്നുള്ള ചാട്ടം ഈ വോട്ടുകൾ രാഹുലിലേക്ക് മറിയാൻ ഒത്തിരി സാധ്യതയുണ്ടായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തക്കമ്മികളെ സംബന്ധിച്ചോളം അവരുടെ വോട്ട് ഒരിക്കലും ബി ജെ പിക്കോ സംഘപരിവാറിനോ കൊടുക്കുന്ന ഒരു ചരിത്രം നാളിതുവരെ നടന്നിട്ടില്ല. അപ്പോൾ സരിനെ സംബന്ധിച്ചോളം അവിടെ പ്രവർത്തിക്കുന്നത്, വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചോളം അവർക്കൊരു വേദന ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥി നിർണയമായിരുന്നു. കാര്യം ഒന്നുമല്ലാത്ത ഒരു വ്യക്തി ബി ജെ പിയെ കമ്മ്യൂണിസ്റ്റിനെ അല്ല, അവരുടെ നേതാവായ ഉരുങ്ങാണ്ടിയെ വരെ നിശ്ചിതമായിട്ട് വിമർശിച്ച് തെറി പറഞ്ഞ ഒരു വ്യക്തി ഒരു ദിവസം കഴിയുമ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയായി വരികയാണ്. പാലക്കാട്ടിന് വേണ്ടി മത്സരിക്കാൻ, എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കാൻ വരികയാണ്. അപ്പോൾ അവർക്ക് അവരുടെ പ്രവർത്തന ശൈലിയിൽ തന്നെ ഒരു മന്ദഗതി ഉണ്ടാകും. ആ വോട്ടുകൾ കുറെ രാഹുലിന് മറിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ രാഹുലിന്റെ ജയത്തിന് അത് ഭയങ്കരമായിട്ട് സഹായമുണ്ടായി. ഇന്ന് നമ്മുടെ വി ഡി സതീശൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. മെട്രോമാൻ കയറ്റിയെടുത്ത ബി ജെ പി വോട്ടിന്റെ ആ ശതമാനം തന്നെ രാഹുൽ മാങ്കൂട്ടിൽ നിന്ന് പോയെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്, വി ഡി സതീശൻ പറഞ്ഞത്. ആ പറഞ്ഞപ്പോൾ നമുക്കൊരു തിരുത്തും കൂടെ വേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഷാഫി പറമ്പില് 3,800 വോട്ടിന് ജയിച്ചപ്പോൾ ഈ പറയുന്ന വർഗീയ കക്ഷികളായിട്ടുള്ള സുഡാപ്പികൾ IUML-ഉം SDP-യും ഒന്നും ഒരു ആഘോഷമോ ഒരു ഇതും നടത്തിയിട്ടില്ല. പക്ഷെ ഇന്നതല്ല, വർഗീയ കക്ഷികളുടെ ഒരു ചേരിതിരിവിനെയും, അതായത് മുസ്ലിം തീവ്ര സംഘടനയുടെ കൂട്ടമായിട്ടുള്ള ചേരിതിരിവ്, ഒരു വോട്ട് പോലും ചോരാത്ത ചേരിതിരിവും പൊളിറ്റിക്കൽ ഇസ്ലാമിക് ആയിട്ടുള്ള ആ വോട്ട് മൊത്തം രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടുള്ളതാണ്. അത് ഭയങ്കരമായിട്ട് രാഹുലിനെ സ്വാധീനിച്ചു. അപ്പോ പിന്നെ നമുക്ക് ഊഹിക്കാം, വെറും 400 വോട്ടാണ് മുനിസിപ്പാലിറ്റിക്ക് ഇദ്ദേഹത്തിന് നേടാൻ പറ്റിയിട്ടുള്ള ലീഡ് ഈ സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചുള്ളൂ. പിന്നീടുള്ള മാത്തൂർ, കണ്ണാടി, അവിടെയൊക്കെ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും IUML-ന്റെയും ഏറിയയാണ്. അപ്പോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വേരോട്ടമുള്ള ഒരു പാലക്കാട്ട് മണ്ഡലത്തില് ഈ SDP IUML സ്ഥാനാർത്ഥിയായ മാങ്കൂട്ടം വിജയിച്ചതിനകത്ത് യാതൊരു തെറ്റുമില്ല. കാര്യം മെട്രോമാൻ മത്സരിച്ചപ്പോൾ അവിടെ ബി ജെ പിയുടെ വോട്ടിന്റെ ഇൻക്രീസ്, അതായത് വോട്ട് 6% വരെ കൂടിയിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് നമ്മൾ 2001 തൊട്ട് അവിടുത്തെ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം, അതായത് ഷാഫിയുടെ ആ ഇൻട്രൊഡക്ഷൻ 2001 ആ സമയം മാത്രമേ ഉള്ളൂ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞിട്ടുള്ളൂ. ഐ മീൻ ബി ജെ പിയുടെ ഇൻക്രീസ് ഓഫ് വോട്ട് കുറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം വച്ചിടി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കടന്നുകയറ്റം. ഈ വരവിനെ ബി ജെ പിയുടെ തോൽവിയൽ അതികഠിനമായിട്ട് സ്വാധീനിച്ചു. അപ്പോൾ നമുക്ക് ഇതിപ്പോ ബി ജെ പിയെ സംബന്ധിച്ചോളം അവര് പഠിക്കേണ്ട ഒരു
ഒരു സാഹചര്യമുണ്ട്. അത് ഇവിടെ സംസ്ഥാനത്ത് പിടിച്ചാൽ പോരാ, കേന്ദ്രം തന്നെ ഇത് വിലയിരുത്തിയാൽ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് കേരളത്തിന്റെ അസംബ്ലിയിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ ആ ഒരു വരാന്തയിൽ കൂടെ നടക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതിന്റെ ഒരു പ്രധാന കാരണം ഉള്ളിസുരയെ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒത്തിരി നേതാക്കന്മാർക്കും താഴേക്കടയുള്ള നേതാക്കന്മാർക്കും നല്ല രീതിയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഒരു അവസരമുണ്ടാകും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉള്ളിസുരയെ ബി ജെ പിയിൽ നിന്നും മാറ്റുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് ഒരു പ്രതീക്ഷയുണ്ടാകും.